തേടി വന്നു. ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥാ ശോണിതാലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥാ ശോണിതാലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥാ ആണിപ്പഴുതുള്ള കാണികളാലേ ആണിപ്പഴുതുള്ള കാണികളാലേ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം തേടി വന്നു. ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥാ പോഷിപ്പിക്കാം വചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്കാം വചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ചു. നിർമ്മലതോയം നിത്യം കുടിപ്പിച്ചു. പച്ചപ്പുൽശയ്യയിൽ കിടത്തിടുന്നോനേ പച്ചപ്പുൽശയ്യയിൽ കിടത്തിടുന്നോനേ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥാ നത്തിടുക കളങ്കമറ്റേശുവേ കരയില്ലാതെന്നെ നത്തി. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം തുടർന്നുള്ള നിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇന്ന് ഈ സമയം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കയറി വരിക എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്നാണ്. കയറി വരിക, ഒറ്റ വാക്കെടുത്ത് കയറി വരിക എന്ന് പറയുന്ന ആ വിഷയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. നാം എത്തി നിൽക്കുന്ന കാലഘട്ടത്തെ നാം നോക്കിക്കഴിഞ്ഞാൽ നാം ആത്മീക നിലവാരത്തിൽ, ആത്മമണ്ഡലത്തിൽ നാം കയറി വരേണ്ട ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നാം എത്തി നിൽക്കുന്നത്. നാം ഇപ്പോൾ നിൽക്കുന്ന ആത്മീക നിലവാരത്തിൽ നിന്നും അടുത്ത ഒരു തലത്തിലേക്ക് നാം കയറി വരേണ്ട ഒരു കാലഘട്ടത്തിലാണ്. യൂദാ താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. യൂദായുടെ ലേഖനം അതിന്റെ 18-ാം വാക്യത്താണ്. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. എന്നിട്ട് അടുത്ത വാക്ക് ആ പരിഹാസികളെ കുറിച്ച് പറയുകയാണ്: അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. എന്നിട്ട് ദൈവസഭയെ കുറിച്ച്, നമ്മെക്കുറിച്ച് പറയുകയാണ്: എന്നാൽ നിങ്ങളോ പ്രിയമുള്ളവരെ. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത് എന്താ? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. കണ്ടോ? അപ്പോൾ അന്ത്യകാലത്ത് ഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. ഒരു വശത്ത് അതേ ദൈവവചനത്തെ പരിഹസിക്കുന്ന, ദൈവിക ശുശ്രൂഷകളെ പരിഹസിക്കുന്ന പരിഹാസികൾ എഴുന്നേറ്റിരിക്കുമ്പോൾ, അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ പോലും ചോദ്യം ചെയ്യുന്ന പരിഹാസികൾ ഒരു സ്ഥലത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ, ദൈവസഭയെ കുറിച്ച് ബൈബിൾ പറയുകയാണ്: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. എങ്ങനെയാ തന്നെ ആത്മീക വർധന വരുത്തുന്നത്?
ബൈബിൾ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഹല്ലേലൂയ വ്യക്തിപരമായി നാം ആത്മീക വർധനവ് വരുത്തി അനുദിനം മുന്നേറണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആത്മീക ജീവിതം അതിനെ ഒരു കോവണിയോടൊന്ന് ഉപമിച്ചാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്നത് അതിന്റെ ഏറ്റവും ഒരു ഉയർന്ന പടിയിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ നിൽക്കുന്നത് അതൊരു ഒരു ഒരു 10 പടിയുള്ള ഒരു കോവണിയാണ് ആത്മീക ജീവിതം എന്ന് ചിന്തിച്ചാൽ, ഒരുപക്ഷെ ആ 10ാമത്തെ പടിയിൽ നിൽക്കുന്നവർ ചിലർ നിങ്ങളിൽ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ 9ാമത്തെ പടിയിലായിരിക്കാം, ചിലപ്പോൾ 1ാമത്തെ ആ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങുന്നവർ നിങ്ങൾ ചിലർ ഉണ്ടായെന്ന് വരാം. പക്ഷെ ഹല്ലേലൂയ, ഇനി നിങ്ങൾ ഏത് നിലവാരത്തിലാണോ ആത്മീക ജീവിതത്തിൽ ഇരിക്കുന്നത് അത് വ്യക്തിപരമാണ്. പക്ഷെ ഏത് നിലവാരത്തിൽ നിങ്ങൾ ഇരുന്നാലും ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, കയറി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്ന നിലവാരത്തിൽ നിന്നും അടുത്ത ഒരു പടിയിലേക്ക് കയറി വരിക. ഇവിടെ ഈ ശരിക്കും ഇത് യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കേൾക്കുന്നത്. സുവിശേഷം നിമിത്തം നാട് കടത്തപ്പെട്ടവനായി പത്മോസിൽ കിടക്കുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്, കയറി വരിക, കയറി വരിക. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം ഒന്നും വിഷയമല്ല. ഒരുപക്ഷെ നാം കിടക്കുന്നത് ഏകാന്തതയിലായിരിക്കാം, ഒരുപക്ഷെ നാം കിടക്കുന്നത് പ്രയാസങ്ങളിലായിരിക്കാം. അപ്പൊ ദൈവ സാന്നിധ്യം അനുഭവിക്കാനും ദൈവശബ്ദം കേൾക്കാനും സാഹചര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലും നാം ആത്മാവിൽ ഒന്ന് കയറി ചെല്ലാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിൽ ഒന്ന് കയറി ചെല്ലാൻ നാം തയ്യാറായാൽ, ദൈവശബ്ദം, ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് പത്മോസിന്റെ ഏകാന്തതയിൽ ധന്യനായ യോഹന്നാൻ അപ്പോസ്തലൻ കിടക്കുമ്പോൾ ഹല്ലേലൂയ, ഈ അപ്പോസ്തലൻ കേൾക്കുന്ന ശബ്ദമാണ്, ഇവിടെ കയറി വരിക. കയറി വന്നാൽ എന്താ ഗുണം? അടുത്ത വാക്ക്, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന്, എന്തുകൊണ്ട് കയറി വരണം? ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നാളെ എന്തായി തീരും, നാളുകൾ എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ ഹല്ലേലൂയ, യേശു കർത്താവ് ആ യോഹന്നാനോട് പറയുകയാണ്, നീ കയറി വരിക, കയറി വന്നാലുള്ള ഗുണം മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. അങ്ങനെയെങ്കിൽ നാളുകളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വ്യക്തമായി അറിയണമോ? നാളെയെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകളെ പ്രാപിക്കണമോ? പരിശുദ്ധാത്മാവ് പറയുന്ന ആഹ്വാനം ഇതാണ്, കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം നാം ഉപവാസത്തിൽ കയറി വരേണ്ട ഒരു കാലഘട്ടമാണ്, നാം പ്രാർത്ഥനയിൽ കയറി വരേണ്ട ഒരു കാലഘട്ടമാണ്, നാം ദൈവവചന ഹല്ലേലൂയ വായനയിൽ, പാരായണത്തിൽ, പഠനത്തിലൊക്കെ കയറി വരേണ്ട ഒരു കാലഘട്ടത്തിന്റെ അകത്താണ് നാം എത്തി നിൽക്കുന്നത്. ദൈവിക തീരുമാനങ്ങൾക്കകത്ത് കയറി വരേണ്ട ഒരു കാലഘട്ടത്തിന്റെ അകത്താണ് നാം നിൽക്കുന്നത്. അപ്പൊ കയറി വന്നാൽ മേലാൽ സംഭവിപ്പാനുള്ളത് ദൈവം നമുക്ക് കാണിക്കും. ഇതുവരെ ആത്മീക ജീവിതത്തിന്റെ അകത്ത് ഒരു കുരുടനെ പോലെ വഴി എന്തെന്നറിയാതെ, മുന്നോട്ടുള്ള പാതകൾ എന്തെന്നറിയാതെ നടന്ന ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ആയിരുന്നത്. ഒരുപക്ഷെ ഇതുവരെ ആത്മീക ജീവിതത്തിന്റെ അകത്ത് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അടയപ്പെട്ട കാതുകളുമായിട്ടായിരിക്കും ഒരുപക്ഷെ മുന്നേറിയത്. പക്ഷെ കർത്താവ് പറയുകയാണ്, കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 17ലേക്ക് വരുമ്പോൾ യഹോവ അരുളി ചെയ്യുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിന് മറച്ചു വെക്കുമോ? കണ്ടോ, അബ്രഹാം ആരായിരുന്നു? ദൈവത്തിന്റെ സ്നേഹിതനെന്ന് അറിയപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയെ കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിന് മറച്ചു വെക്കുമോ? കണ്ടോ, അപ്പൊ യേശു കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന വാക്യങ്ങളെയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കും. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹിതന്മാരായി നമ്മെ ദൈവം കണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അപ്പോൾ നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുന്നവരെങ്കിൽ, നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരെങ്കിൽ, നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് അത് നമ്മോട് അറിയിക്കുവാനായിട്ടിടയായിത്തീരും. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ. ആമോസ് 3:7 ബൈബിൾ പറയുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. കണ്ടോ, അപ്പൊ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അപ്പൊ നാം ആത്മമണ്ഡലത്തിൽ കയറി ചെന്നാൽ
കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെന്തോ അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. ഒരു രോഗം വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, അതെ നാം അതിൽ പെടാതിരിക്കാൻ, നാം അതിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് അതിനെ മുന്നമേ വെളിപ്പെടുത്തി നൽകുവാനായിട്ട് ഇടയായി തീരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അതേ ഹാലലുയ അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്, നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. കണ്ടോ, ദാനിയേൽ ആരായിരുന്നു? അതെ, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യെരൂശലേമിന് നേരെ തന്റെ കിളിവാതിൽ തുറന്ന് അതെ ഹാലുലിയ താൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായിരുന്നു ദാനിയേൽ. ദൈവമായിട്ട് ആഴമേറിയ ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ആ ദാനിയേലിനോട് കർത്താവ് പറയുകയാണ്, അതെ, നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. ദൈവം തന്റെ ദൂതനെ ദാനിയേലിന്റെ മുമ്പിൽ അയക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്റെ ജനത്തിന് ഭാവി കാലത്ത്, ഭാവിയിൽ നിന്റെ ജനത്തിന്, നിന്റെ ചർച്ചക്കാർക്ക്, അല്ലെങ്കിൽ നിന്റെ ദേശത്തിന് സംഭവിക്കാൻ പോകുന്ന എന്താണോ അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുക. അപ്പോൾ നാം പ്രാർത്ഥനയിൽ കയറി ചെന്നാൽ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുവാനായിട്ടിടയായിത്തീരും. സുവാർത്ത ദൂതന്മാർ ഇറങ്ങുവാനായിട്ടിടയായിത്തീരും. പ്രാർത്ഥനയുടെ ധൂപവർഗവുമായി പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കയറിയ സെക്കരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൂതനിറങ്ങി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അതെ സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ മുഴങ്കാൽ മടക്കുമ്പോൾ എവിടെയൊക്കെയോ മറുപടികൾ ലഭിക്കാത്ത മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ മറുപടികളെ കർത്താവ് വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കയറി ചെല്ലുക. ബൈബിൾ പറയുകയാണ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. ഇത് നാം ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലേണ്ട കാലമാണ്. അപ്പോൾ തലമുറയുടെ ഭാവിയെക്കുറിച്ച് ദൈവം പറയും. അതെ, ദൈവസഭയുടെ ഭാവിയെക്കുറിച്ച്, ദേശത്തിന്റെ ഭാവിയെക്കുറിച്ച് അതെ ഹല്ലേലൂയ ദൈവം പറയുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ആത്മമണ്ഡലത്തെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ഒന്ന്, അത് കയറി ചെന്നാൽ മേലാൽ സംഭവിക്കാനുള്ള കർത്താവ് കാണിക്കും. രണ്ട്, നാം ആത്മാവിൽ കയറി ചെന്നാൽ, ആത്മമണ്ഡലത്തിൽ കയറി ചെന്നാൽ രണ്ടാമത് നമ്മൾ സംഭവിക്കുന്ന കാര്യം, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 46. അവരെ പറഞ്ഞയച്ച ശേഷം, അവരെ പറഞ്ഞു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് യേശു കർത്താവ് ഒരു മല കയറുകയാണ്. എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിപ്പാൻ, പിതാവുമായിട്ട് അതെ സമയം ചെലവിടുവാൻ താൻ കയറി ചെല്ലുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 48-ാം വാക്യം, കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ആരാ കണ്ടത്? പ്രാർത്ഥനയുടെ മലമുകളിൽ കയറിയ യേശു കർത്താവ് കാണുകയാണ് തന്റെ ശിഷ്യന്മാർ തണ്ടു വലിച്ചു വലയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആത്മമണ്ഡലത്തിൽ കയറി ചെന്നാൽ, നാം പ്രാർത്ഥനയിൽ കയറി ചെന്നാൽ, നാം ദൈവസാന്നിധ്യത്തിലേക്ക് കയറി ചെന്നാൽ, അതേ ഒന്ന് അവൻ ഭാവിയെ വെളിപ്പെടുത്തും. രണ്ട്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്ത്, എന്തിനേറെ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് പോലും അലയുന്നവരെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. പലരും മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ പല മേഖലകൾക്കകത്തും അലയുന്ന പലരുണ്ട്. ആടിയുലയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പലരുണ്ട്. നമ്മള് പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ചെന്നാൽ ഈ അലയുന്നവരെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. യേശു പ്രാർത്ഥനയുടെ മലമുകളിൽ കയറി യേശു പിതാവുമായിട്ട് സമയം ചെലവിട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയിൽ യേശു കർത്താവ് ഇരിക്കുകയാണ്. യേശു കണ്ടു, ഹല്ലേലൂയ, തന്റെ ശിഷ്യന്മാർ തണ്ടു വലിച്ചു വലയുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്നവർ, തണ്ടു വലിച്ചു വലയുന്നവർ, അവർ ആരെന്നറിയാൻ, അവരുടെ പ്രാരാബ്ധങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ, അവരെ ഒന്ന് ചെന്ന് ആശ്വസിപ്പിക്കാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് കഴിയണമോ? നിങ്ങൾ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥനയിൽ കയറി വരുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ആത്മാവ്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള വിഷയങ്ങളെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ പോകണം, എവിടെ ആരോട് സുവിശേഷം പറയണം, എങ്ങനെ പറയണം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടാൻ ഈ ദിവസങ്ങളിൽ നാം കയറി ചെല്ലുക. അപ്പോൾ ഒന്ന്, കയറി ചെന്നാൽ മേലാൽ സംഭവിക്കാനുള്ള കർത്താവ് കാണിക്കും. രണ്ട്, കയറി ചെന്നാൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾ, പ്രതിസന്ധികൾ എന്താണെന്ന് നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവ് വെളിപ്പെടുത്തും. മൂന്ന്, നാം കയറി ചെന്നാൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിക്കുമ്പോൾ, പിന്നെ അവൻ മലയിൽ കയറി. അവിടെ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. തനിക്ക് ബോധിച്ചവരെ അരികെ വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, അവർ അവന്റെ അരികെ വന്നു.
കണ്ടോ? യേശു മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അരികെ വിളിച്ചു. അവരും യേശുവിന്റെ അടുക്കലേക്ക് കയറി വരികയാണ്. എന്നോട് കൂടെ ഇരിപ്പാനും അതേ പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. കണ്ടോ? അപ്പോൾ ഇവിടെ യേശുവിന്റെ അടുക്കൽ കയറി വന്നവർക്ക് ലഭിച്ചത് എന്താണ്? അവർക്കൊരു അധികാരം ലഭിച്ചു. എന്തിനു വേണ്ടിയാണ്? അതെ, പ്രസംഗിക്കേണ്ടതിന്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന്, അത് രോഗികളെ സൗഖ്യമാക്കേണ്ടതിന് ഒരു അധികാരം അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അതെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം. പൗലോസ് തന്നെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. അങ്ങനെങ്കിൽ പിശാചിന്റെ പിടിയിലായിരിക്കുന്ന ഒരുവനെ വിടുവിക്കുവാൻ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ നമുക്ക് കഴിയത്തില്ല. പക്ഷേ ദൈവിക അധികാരത്താൽ പൈശാചിക കോട്ടകളെ തകർക്കാൻ പറ്റും. ദൈവിക അധികാരത്താൽ അതെ പൈശാചിക ബന്ധനങ്ങളെ അഴിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അതെ ഒരു ദൈവിക അധികാരം നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടണോ? നാം ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുന്നവരായിരിക്കണം. ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത് നാം കയറി ചെന്നാൽ ഒരു ദൈവിക അധികാരം നമ്മുടെ നാവിന്മേൽ അതെ പകരപ്പെടുവാനായിട്ടിടയായിത്തീരും. സെഖര്യാവിന്റെ മുമ്പിൽ ദൂതൻ വന്ന് നിൽക്കുമ്പോൾ അതെ സെഖര്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത് എന്തോന്നിനാ സംഭവിക്കും? ഞാനിത് എങ്ങനെ അറിയും? ദൂതൻ സെഖര്യാവിനോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: അതെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. എന്നിട്ട് അടുത്ത വാക്ക്: തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് നീ മൗനമായിരിക്കാം. ആരാ പറയുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവൻ പറയുകയാണ്, അതെ തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കായ്ക കൊണ്ട് മൗനമായിരിക്കാം. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിന്നവന്റെ അധികാരം കണ്ടോ? ശരിക്കും ദൈവം അവനോട് പറഞ്ഞു വിട്ട ദൂതെന്താ? ഈ ദൂതനോട് പറഞ്ഞു വിട്ട ദൂതെന്താ? സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ ഇതാ ദൂത്. പക്ഷെ ആ ദൂത് പറഞ്ഞ് അത് വിശ്വസിക്കാതെ വരുമ്പോൾ അടുത്തൊരു വാക്കും കൂടെ പറയുകയാണ്: തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് മൗനമായി. അപ്പൊ ദൈവസന്നിധിയിൽ നിൽക്കുന്നവന്റെ നാവിൽ ഒരു അധികാരമുണ്ട്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ മാത്രമല്ല, ബൈബിൾ പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു അധികാരമുണ്ട്. ഈ അധികാരം നമ്മിലേക്ക് പകരപ്പെടുന്ന എപ്പോഴാണെന്നറിയാവോ? നാം ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ചേർന്നിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ ചേർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ അധികാരം നമ്മുടെ മേൽ പകരപ്പെടുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ഈ ദൈവിക അധികാരം പകരപ്പെടണമോ? നാം ആത്മാവിൽ കയറി ചെല്ലുന്നവരായി മാറണം. ദൈവിക അധികാരത്താൽ അല്ലാതെ ഹല്ലേലൂയ ഒരുവനെ വിടുവിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ബന്ധനത്തിലായിരിക്കുന്ന ഒരുവനെ വിടുവിക്കാൻ അതെ ദൈവിക അധികാരമില്ല, പറ്റത്തില്ല. അതെ ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതൽ ലഭിച്ചു, ശരിയാ. പക്ഷേ അതെ രോഗത്തിലായിരിക്കുന്ന, പാപത്തിലായിരിക്കുന്ന, ബന്ധനങ്ങളിലായിരിക്കുന്നവരെ വിടുവിച്ച് പുറത്തെടുക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു ദൈവിക അധികാരം ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ കയറി ചെന്നാൽ ഒരു ദൈവിക അധികാരത്തെ ദൈവം നമ്മുടെ മേൽ പകരും. അടുത്തത് നാം ആത്മാവിൽ കയറി ചെല്ലുമ്പോൾ അടുത്ത സംഭവിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. അവിടെ ചെന്ന ശേഷം അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. അവിടെ യേശുവിന്റെ ശിഷ്യന്മാരെ, യേശു കർത്താവിന്റെ അതേ ഹല്ലേലൂയ ഉയർപ്പിന് ശേഷം അത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി പറയുകയാണ്: നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ യേശു ഇത് പറയുമ്പോൾ അവരുടെ ചോദ്യം: പിതാവേ, അതെ ഈ കാലത്തിലാണോ നീ ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? അപ്പോൾ യേശുവിന്റെ മറുപടി: പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെ കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നിട്ട് അടുത്ത വാക്ക് യേശു പറയുകയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഫലവത്തായ ഒരു സാക്ഷീകരണത്തിന് നമ്മിൽ ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എന്നിട്ട് ഇത് പറഞ്ഞ് യേശു അതേ ഹല്ലേലൂയ സ്വർഗാരോഹണം ചെയ്തു. പറയിൽ തന്നെ അവർ ഒലിവുമല കയറുകയാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ പാദം അതേ ഒലിവുമലയെ വിട്ട് മുകളിലേക്ക് ഉയരുകയാണ്. അവരിങ്ങനെ ഹല്ലേലൂയ അതിനുശേഷം അവരിങ്ങനെ നോക്കി നിൽക്കുന്നു. അതേ ദൂതന്മാർ പ്രത്യക്ഷമായി പറയുകയാണ്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയ ശേഷം മടങ്ങി വരും. ഇത് കേട്ട ഇവർ മടങ്ങിപ്പോരുകയാണ്. ഇവർ മടങ്ങിപ്പോന്ന് അതെ അവിടെ ചെന്ന ശേഷം, അവർ തിരിച്ച് അവിടെ വന്ന ശേഷം അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. മാളിക മുറിയിൽ സംഭവിച്ച എന്താന്ന് നമുക്കറിയാം. 120 പേർ ഹല്ലേലൂയ ഭയം ഉണ്ടായിരുന്നവർ, അതെ നിരാശ ഉണ്ടായിരുന്നവർ, അതെ പലവിധമായ ചിന്തകൾ ഉണ്ടായിരുന്നവർ, എന്നാൽ അവർ ഒരുമിച്ചൊരു മാളിക മുറിയിൽ കയറി. അതെ എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു: പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു.
അപ്പോൾ ഐക്യതയോടെ ഒരുമിച്ച് അവര് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കണ്ടോ? അപ്പോൾ അഭിഷേകത്തിന്റെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ നടക്കണമോ? ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ആത്മാവിന്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടണമോ? ഒരു മാളിക മുറിയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ കയറി ചെന്നേ മതിയാകൂ. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്റർ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞു, ആത്മാവിന്റെ നിറവിനെ കുറിച്ച് പറഞ്ഞു. എന്റെയൊക്കെ യൗവനത്തിൽ ഞാൻ പെന്തക്കോസ്ത് മാർഗത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എന്റെയൊക്കെ കുഞ്ഞിലെ സമയത്ത് മാതാപിതാക്കളും ഞങ്ങളുടെ മാസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, മക്കളെ, നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം, നിങ്ങൾ ആത്മനിറവ് പ്രാപിക്കണം, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണം. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ വന്ന ഒരു കാര്യം, ഒരു ബോധ്യം എന്ന് പറയുന്നത്, ഈ അഭിഷേകമില്ലാതെ, ആത്മാവിന്റെ ശക്തിയില്ലാതെ ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് അഭിഷേകം കൂടിയേ തീരൂ. ഈ ഒരു ബോധ്യം ഞങ്ങളുടെ കുഞ്ഞിലേ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ കയറി. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാ ഉപവാസ പ്രാർത്ഥനകൾക്കും അനന്തരം വൈകുന്നേരങ്ങളിൽ ഞങ്ങളെ യൗവനക്കാരെയെല്ലാം കൂട്ടിയിരുത്തി അഭിഷേകം പ്രാപിക്കാൻ, ആത്മാവിന്റെ നിറവ് പ്രാപിക്കാൻ വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തൊന്നും ആത്മാവിന്റെ നിറവ് പ്രാപിക്കാൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചിന്തിച്ചു, എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാര് അവർ സ്കൂളിൽ പഠി അന്യഭാഷ പറയുന്നു, അഭിഷേകത്തിന്റെ നിറവിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു, അവർ പ്രവചിക്കുന്നു, പക്ഷേ എനിക്കിതൊന്നും കഴിയുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ചിന്തിച്ചു. ഒരുപാട് വാഞ്ചയുണ്ട്, എപ്പോഴും വാഞ്ചയുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ എന്റെ പഠനം കഴിഞ്ഞു, +2 കഴിഞ്ഞു. അല്ലെങ്കിൽ ബയോളജി പോയി. ഈ ബയോളജി പഠിക്കുമ്പോഴും ആത്മാവിന്റെ അന്യഭാഷയും നിറവും എന്ന് പറഞ്ഞാൽ ആത്മശക്തിയും അനുഭവിക്കാൻ കഴിയാത്ത ഒരു കേവലം ബുദ്ധിയിൽ മാത്രം ചലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ഇരിക്കുക. ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ വർഷങ്ങൾ ആഗ്രഹമുണ്ട്, വാഞ്ചയുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ ബൈക്കോളജൊക്കെ കഴിഞ്ഞ് തൃശ്ശൂര് പുന്നമ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പുന്നമ്പറമ്പ്, തൃശ്ശൂര് പുന്നമ്പറമ്പ്, ഓട്ടുപാറ, വടക്കഞ്ചേരി, പുന്നമ്പറമ്പ്, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ പഴയന്നൂർ പാടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പഴയന്നൂർ പാടം. അവിടെ ഒരു IPCയുടെ ചർച്ചിൽ അവിടെ ഞാനിങ്ങനെ ഇരിക്കുക, ശുശ്രൂഷയൊക്കെ ആയിട്ട്. അതിന്റെ കൂടെ വേറെ ഒരു സീനിയർ ആയിട്ടൊരു പാസ്റ്റർ ഉണ്ട്. അതിന്റെ കൂടെ ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ പാസ്റ്റർ അഭിഷേകമുണ്ട്, പാസ്റ്റർ ആന്റിക്ക് അഭിഷേകമുണ്ട്. അവിടെ ചർച്ചിലുള്ള 1-2 സിസ്റ്റേഴ്സ് ആന്റിമാർക്കും അഭിഷേകത്തിന്റെ ആത്മനിറവിൽ അന്യഭാഷയിൽ അവരെ ആരാധിക്കും. അപ്പോൾ ആ സഭയിലുള്ള മറ്റു ചിലരൊക്കെ ഈ അന്യഭാഷകൾക്കും അഭിഷേകത്തിനൊക്കെ എതിരാണ്. എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഏതോ ചിത്തഭ്രമത്തിന്റെ ഉന്മത്തതയിൽ ഈ പെണ്ണുങ്ങൾ കിടന്ന് ചാടുന്ന ചാട്ടമാണെന്ന് പറഞ്ഞ് ഇതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അപ്പൊ അതിന്റെ നടുവിൽ ഞാനും വിമർശിക്കുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് ഇങ്ങനെ എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് നമുക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ട്, അനുഭവം അല്ലാത്തതുകൊണ്ട് നമുക്കിത് അറിയത്തില്ല. നമ്മളിങ്ങനെ നിൽക്കുക. അങ്ങനെ ഒരു ആരാധനയുടെ പാട്ട് കഴിഞ്ഞു, 2 ആരാധനയുടെ പാട്ട് കഴിഞ്ഞു, പാസ്റ്ററെ മെസ്സേജ് കഴിഞ്ഞു. അതിനുശേഷം സ്തോത്രക്കാഴ്ചയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തോത്രക്കാഴ്ചയ്ക്ക് ഒരു പാട്ട് പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടുന്നു. ഞാനും ആ സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്റെ കാലുകൾ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. ഞാൻ ഓർത്ത് അത് തറയിലായിരിക്കുന്നു. അപ്പോൾ കുറെ നേരം തറയിൽ ഇരുന്നുകൊണ്ട് കാല് മരച്ചായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ നിയന്ത്രണം വിട്ട് കാര്യങ്ങൾ തിരിയുന്ന എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തി എന്റെ മേലേക്ക് വന്ന് വീഴുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ആശ്ചര്യമായി ഒരാൾ എന്നെ പിടിച്ചു പൊക്കുന്നത് പോലെ ഞാൻ ആ ഭൂമി മേൽ നിന്ന് ഉയരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ നോർമലി ചാടിയ എത്രമാത്രം ഉയരാൻ പറ്റുമോ അതിൽ ഉയരത്തിൽ ആത്മാവിൽ ഞാൻ തീർക്കാൻ തുടങ്ങി. ആത്മാവ് എന്നെ എടുത്തു പൊക്കി. അന്ന് എനിക്ക് മനസ്സിലായി, ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒന്ന് ഇതിന്റെ അകത്തുണ്ട്. ഈ ഭൂമിയിൽ ആർക്കും തരാൻ പറ്റാത്ത ഒരു സന്തോഷം ആത്മാവിന് നൽകാൻ പറ്റുമെന്ന് അന്ന് ആ പകലിൽ അവിടെ വെച്ച് മനസ്സിലായി. അന്നും അഭിഷേകം അന്യഭാഷയൊന്നും പ്രാപിച്ചില്ല, പക്ഷെ ഒരു ആത്മശക്തി ഞാൻ അനുഭവിച്ചു. എന്റെ ശരീരത്തിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു ശക്തി ഞാൻ അനുഭവിച്ചു. അതെനിക്കൊരു ഒരു ത്രെഡായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തുടക്കം. എനിക്ക് മനസ്സിലായി എന്തോ ഒന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഇതിനി കളയരുത്, ഒന്ന് വീണ് കിട്ടി, ഇതിനി കളയരുത്. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ വീട്ടിൽ വരും. അന്ന് ഞാൻ താമസിക്കുന്ന പുന്നമ്പറമ്പ് അവിടെ ഒരു വാടകയ്ക്കൊരു വീട്ടിൽ, ഒരു കണ്ടത്തിന്റെ നടുക്ക് ഒരു സൈഡിലായിട്ടുള്ള ഒരു വീടാണ്. ഫ്രണ്ടിലേക്ക് മുഴുവൻ പാടം, അടുത്തൊന്നും വീടുകളില്ല. ഞാനപ്പോ എന്നെ ഒരു പായിടും, റൂമിൽ മുട്ടയിലിരിക്കും,
അപ്പോസ്തല പ്രവൃത്തി എടുക്കും, ഈ 2-ാമത്തെ അധ്യായം വായിക്കും, എന്നിട്ട് പറയും, കർത്താവേ, പെന്തക്കോസ്ത് നാളിൽ ഇത് സംഭവിച്ചെങ്കിൽ, അത് ഇന്നും ഇത് നടക്കുന്നെങ്കിൽ എന്റെ മേലേക്ക് ഇത് പകരണം. ഞാൻ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അതേ, കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ദൈവശക്തി എന്റെ മേൽ വീണ്ടും വരും. ഞാൻ അവിടെ മുട്ടയിലിരുന്ന് ആരാധിക്കാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, ഞാൻ കരയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഞാൻ വചനം വായിക്കും, വല്ലാത്ത സന്തോഷം. അന്യഭാഷ, നാവിന്മേൽ അന്യഭാഷ കിട്ടുന്നില്ല, പക്ഷേ അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സന്തോഷം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പകരുന്നത് എനിക്ക് അറിയാൻ പറ്റി. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ആത്മാവിന്റെ ഒരു നിറവ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു സന്തോഷത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പകരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ട് മറ്റെന്തിനേക്കാൾ ഉപരി നിങ്ങൾ ആത്മസാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചോ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചോ, നിങ്ങൾ പോലും ചിന്തിക്കാത്ത മേഖലയ്ക്കകത്ത് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്ന, കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് വീശുന്നു എന്ന് അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോലും ചിന്തിക്കാത്ത മേഖലകൾക്കകത്ത്, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ചർച്ചക്കാർ പോലും ചിന്തിക്കാത്ത മേഖലകൾക്കകത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ഈ അഭിഷേകത്തിന് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നോക്കിയാൽ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, കാട്ടിൽ കിടന്ന ദാവീദിനെ കൊട്ടാരത്തിൽ എത്തിച്ചത് അവന്റെ കഴിവല്ല, അവന്റെ കരുത്തല്ല, അവന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകമാണ്. അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം അതെ ദാവീദിനെ പോലെ ഏകാന്തതയിൽ, അതെ തള്ളപ്പെട്ട അവസ്ഥയിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്, വനാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ ഭാരപ്പെടേണ്ട, നിങ്ങൾ അഭിഷേകത്തെ കൊതിച്ചോ, ദൈവ സാന്നിധ്യത്തെ കൊതിച്ചോ, അതെ നിങ്ങളുടെ ഹല്ലേലൂയ വനാന്തരത്തിന്റെ അനുഭവങ്ങളെ ദൈവം മാറ്റും. അതെ, ദാവീദിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഈ അഭിഷേകത്താൽ ചില മാന്യതകളെ കർത്താവ് നൽകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഞാനിങ്ങനെ ആത്മാവിൽ ചാടും, ആത്മാവിൽ ആരാധിക്കും, പക്ഷേ അന്യഭാഷ പറയാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കും, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ. പിന്നെ എന്റെ ഒരു ഹോബി എന്ന് പറഞ്ഞ പോലെ ഇതായി, ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുക, വചനമായിട്ടിരിക്കുക, വചനം ആർത്തിയോടെ വായിക്കുക. ആ പാടത്ത് ഇങ്ങനെ വരമ്പിൽ കൂടെ ഇറങ്ങി നടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു രാത്രി ഞാൻ ഇങ്ങനെ ബൈബിളും വായിച്ച് മുഴങ്കാലിരിക്കുക, കർത്താവേ, അതെ എന്റെ നാവിനെ തൊടണമേ, എന്നെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ദൈവശക്തി വന്ന് എന്നെ ശക്തമായി അടിച്ചു. ഞാൻ ആ റൂമിൽ തെറിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതെ, എന്താ സംഭവിച്ചെന്ന് അറിയാം? ഏകദേശം ഒരു 1 മണിയൊക്കെ ഏകദേശം ടൈം ആയി കാണും. അതെ, എന്റെ നാവിനെ കർത്താവ് തൊട്ടു. അതുവരെ പറയാത്തൊരു ഭാഷ എന്റെ നാവിൽ കർത്താവ് നൽകുവാനായിട്ടിടയായി തീർന്നു. അന്ന് മുതൽ ഇന്നു വരെ ഹല്ലേലൂയ അങ്ങനെ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ, ലജ്ജ കൂടാതെ കർത്താവിനെ അന്യഭാഷയിൽ ആരാധിക്കാൻ അതെ കർത്താവ് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതെ നിങ്ങൾ മാളിക മുറിയിൽ കയറി ചെന്നാൽ ഇതുവരെ പകരാത്തൊന്ന് നിങ്ങളുടെ മേൽ പകരും. ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ കൈവെക്കണമെന്നില്ല, ഒരു വാസ്തു നിങ്ങളുടെ മേൽ കൈവെക്കണമെന്നില്ല. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വാഞ്ചയോടെ കയറി, കർത്താവ് എന്റെ പേരൊന്ന് പകരണമേ, എന്റെ മേൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു ആത്മതലം എന്റെ മേലൊന്ന് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇതുവരെ നിങ്ങൾക്ക് അതെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മതലം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ യേശു കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ഒരു വാഞ്ച ഇതിന്റെ അകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പ്രിയമുള്ളവരുടെ മേൽ കർത്താവ് പകരട്ടെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയാം, കയറി വരിക, കയറി വന്നാൽ മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിക്കാം. കയറി വരിക, കയറി വന്നാൽ അതെ ഹല്ലേലൂയ അലയുന്നവരുടെ വിഷയങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്താം. അതെ, കയറി വരിക, ഒരു ദൈവിക അധികാരത്തെ ഞാൻ നിന്റെ മേൽ കൈമാറും. കയറി വരിക, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മതലം ഹല്ലേലൂയ നിന്റെ മേൽ ഞാൻ വെളിപ്പെടുത്താം. ഹല്ലേലൂയ. ആരാ കയറി ചെന്നത്? 3.5 വർഷം കൂടെ നടന്നവരാ കയറി ചെന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അനേക പാരമ്പര്യങ്ങൾ കാണും, അതെ ഒരുപാട് വർഷത്തെ പെന്തക്കോസ്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണും. പക്ഷെ ഇതെല്ലാം വിട്ട് നാം ആത്മതലത്തിൽ ഒന്ന് കയറി ചെന്നാൽ ഇനിയും അടുത്തൊരു പടി, അടുത്തൊരു തലത്തിലേക്ക് കർത്താവ് നമ്മെ കയറ്റുവാനായിട്ടിടയായിത്തീരും. ഇനി 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ അതെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ യോനാഥൻ ബാല്യക്കാരനോട് പറയുന്ന ഒരു വാക്കുണ്ട്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലാണ്, കയറി വരിക എന്ന് അവർ പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. എന്നിട്ട് പറയുകയാണ്, അത് ജയത്തിന്റെ അടയാളം. ഇങ്ങോട്ട് കയറി വരുമെന്ന് അതെ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളമായിരിക്കും. അപ്പോൾ ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുന്നത് അതെ ശത്രുവിനെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നുള്ളതിന്റെ അടയാളം. ആത്മമണ്ഡലത്തിൽ നാം കയറി ചെല്ലുന്നത് നമ്മൾ ജയം പ്രാപിച്ചെന്നുള്ളതിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഇന്ന് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരു 11 മിനിറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തോണം, എവിടെയൊക്കെയോ നിങ്ങൾ ജയിച്ചു തുടങ്ങിയിരിക്കുക. ഇന്നൊരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരു 10 മിനിറ്റിലേക്ക് അത് മാറ്റാൻ പറ്റുമെങ്കിൽ ഓർത്തോണം, എവിടെയൊക്കെയോ ജയിച്ചു വരിക.
അപ്പൊ ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുന്നത് ജയത്തിന്റെ അടയാളമാണ്. ഇവിടെ അതെ കയറി ചെല്ലുക എന്ന് പറയുമ്പോൾ അതെ ഇവിടെ ശത്രുവാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു വെല്ലുവിളി പോലെ ശത്രു വിളിക്കുക, നീ കയറുക, നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് കയറുക, കണ്ടോ. പക്ഷെ അവിടെ യോനാഥനും ബാല്യക്കാരനും കയറിയത് എങ്ങനെയാന്ന് 13-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ യോനാഥനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തട്ടിപ്പിടിച്ച് കയറി, കണ്ടോ. അവർ യോനാഥന്റെ മുമ്പിൽ വീണു. എങ്ങനെയാ കയറിയത്? തത്തിപ്പിടിച്ചു കയറി. തത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരെ നമ്മൾ ഈ MC റോഡിൽ നടക്കുന്ന പോലെയല്ല. ഈ മലയൊക്കെ കയറുമ്പോൾ അള്ളിപ്പിടിച്ച് ചില പാറയിലൊക്കെ കയറുമ്പോൾ ഉണ്ടോ കൈയും കാലും കൂടെ വെച്ച് കയറത്തില്ല നമ്മള്. ഞങ്ങളുടെ ഇവിടെ ഞാൻ താമസിക്കുന്ന ഇടുക്കി മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പാറയും വനവും കാടും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. അവിടെ ചില പാറയിലൊക്കെ ഞങ്ങൾ കയറുമ്പോൾ ഇങ്ങനെ ഈ കൈയും കാലും കൂടെ വെച്ചിട്ടാണ് കയറുന്നത്. എന്ന് പറഞ്ഞാൽ കാലും കൊണ്ട് തന്നെ കയറാൻ പറ്റത്തില്ല, ചിലപ്പോൾ സ്ലിപ്പാകും. പക്ഷെ തത്തിപ്പിടിച്ച് അങ്ങനെ കയറുന്നത്. അപ്പം ഈ ആത്മോണ്ടത്തിൽ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അത്ര എളുപ്പമാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കി നമ്മൾ ശരിക്കും ഈ പ്രാർത്ഥനകൾക്കകത്താണ് ആളുകൾ എപ്പോഴും കുറവ്, പ്രാർത്ഥനകൾക്കകത്ത്. കാരണം പ്രാർത്ഥിക്കാൻ എന്താ ഇച്ചിരി പ്രയാസം. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ. നമ്മൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും, നമ്മൾ ഓർക്കും ഒത്തിരി സമയം പോയെന്ന് ഓർക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി അങ്ങ് മാറിയിട്ടുണ്ടായിരിക്കത്തുള്ളൂ. കാരണം ഇതൊരു വാർഫെയർ. നമുക്ക് ഒരുപാട് ചിലപ്പോൾ പാട്ട് കേൾക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും, പ്രസംഗം നമ്മൾ ചിലപ്പോൾ കേട്ടെന്ന് വരാം. പക്ഷെ പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഇരിക്കാൻ നമുക്ക് കഴിയാറില്ല. കാരണം ഇതൊരു വാർഫെയർ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് അല്പം പ്രയാസം, പക്ഷെ കയറി വന്നാൽ ജയോ. നമ്മൾ നോക്കി യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ അത് ഗെത്സമനിയിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് യേശു വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ? തന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം. അപ്പോൾ അതേ ഹല്ലേലൂയ, ശിഷ്യന്മാർക്ക് ഉറങ്ങാൻ അത് ഉണർന്നിരിക്കാൻ കഴിയില്ല, അവർ ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതേ പ്രാർത്ഥന അക്കകത്ത് ഉണർന്നിരിക്കണമെങ്കിൽ അല്പം പ്രയാസമൊക്കെ. പക്ഷേ പ്രയാസമാണെങ്കിലും ആത്മമണ്ഡലത്തിൽ ഒന്ന് കയറി ചെല്ലാൻ തയ്യാറായാൽ ഒരു ജയമാണ്. ഞാൻ കർത്താവിന്റെ ദാസൻ ജോൺ റമറിസ് എന്ന് പറയുന്ന ഒരു അഭിഷക്തന്റെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അതെ സാത്താന്യ ആരാധകനായിരുന്നു ഈ ജോൺ റമറിസ്. പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന പിശാചിന്റെ അംബാസഡർമാരിൽ ഒരാളായിരുന്നു ഈ ജോൺ റമറിസ്. എന്നാൽ പിന്നത്തേതിൽ താൻ ദൈവത്താൽ പിടിക്കപ്പെട്ടു, തന്റെ മേലുണ്ടായിരുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു, താൻ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു. അപ്പോൾ പിശാചിന്റെ സ്ട്രാറ്റജികളെ കുറിച്ച് താൻ വിവരിക്കുന്ന വിവരണം ഇങ്ങനെയാണ്. താൻ പറയുന്നത് ഇങ്ങനെയാണ്, അതെ പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതെ പ്രാർത്ഥിക്കുന്നവനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന എങ്ങനെയും മുടക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ടാർഗറ്റ്. കാരണം ഒരു ദേശത്ത് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു കുടുംബത്തിന്റെ അകത്ത് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, പിശാചിന്റെ പദ്ധതികൾ പിന്നെ ആ കുടുംബത്തിലോ ആ ഭവനത്തിലോ നടക്കത്തില്ല. അതുകൊണ്ട് ജോൺ റമറിസിന്റെ വാക്ക് ഇങ്ങനെയാണ്, ഒരു വ്യക്തി മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ അവൻ സ്തോത്രം ചെയ്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവന്റെ തലയിൽ നിന്ന് പുക പോലെ ഒന്ന് മുകളിലേക്ക് വരിക. ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യം ജോൺ റമറിസ് തന്റെ ഭാഷയിൽ താൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. താൻ പറയുന്നത് ഇങ്ങനെയാണ്, താൻ ആ സാത്താന്യ ആരാധകനായിരുന്നപ്പോൾ തന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരെ ആത്മമണ്ഡലത്തിൽ തകർക്കാൻ വേണ്ടി ചെല്ലും. അപ്പോൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ തലയിൽ നിന്ന് ഇങ്ങനെ പുക പോലെ ഒന്നും മുകളിലേക്ക് വരിക. അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യം, പിശാച് ചെയ്യുന്ന കാര്യം, ആത്മമണ്ഡലത്തിൽ തന്നെ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുപോയി മുകളിലേക്ക് ഇങ്ങനെ ഇടും. ആത്മമണ്ഡലത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നാം കാണുന്ന ദൃശ്യമണ്ഡലത്തെക്കാൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ദൃശ്യമായ തലങ്ങളെക്കാൾ അതേ സത്യമാണ്, യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ നഗ്ന കണ്ണുകൊണ്ട്, ഈ പുറമേ ഉള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആത്മതലം എന്ന് പറയുന്നത്. അതിനെ കാണണമെങ്കിൽ നമ്മുടെ ആത്മക്കണ്ണ് തുറക്കണം. ഈ ആത്മക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാം. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. ഇവന്റെ പുറമേ ഉള്ള കണ്ണുകൊണ്ട് ഈ ബാല്യക്കാരൻ കണ്ടത് ശത്രു സൈന്യം ചുറ്റി നിൽക്കുന്നതാണ്. പക്ഷേ ഹല്ലേലൂയ, അതേ പ്രവാചകൻ പ്രാർത്ഥിച്ചു ഇവൻ കണ്ണു തുറന്നപ്പോ കണ്ടത് ദൈവത്തിന്റെ സേന, അഗ്നിരഥങ്ങൾ പർവ്വതത്തെ ചുറ്റി നിൽക്കുന്നത് കാണുക. അപ്പോൾ ആത്മതലങ്ങളെ കാണാൻ അകക്കണ്ണ് തുറക്കണം, ആത്മക്കണ്ണ് തുറക്കണം. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഈ പുറമേ ഉള്ള കണ്ണുകൊണ്ട് തുറന്നാൽ നമ്മൾ കാണുന്ന എന്താണെന്ന് അറിയാം. ശരിക്കും ഈ ഹാഗാർ കാണുന്നവരുള്ള കാര്യം കാണത്തുള്ളൂ. ഹാഗാർ കണ്ട എന്താ? ബൈബിൾ പറയുന്നു, ഹാഗാർ കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് അതെ മരുഭൂമിയും അവിടെ അയ്യം വിളിച്ച് കരയുന്ന അവളുടെ മകനെയെ കാണുന്നു. പക്ഷെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യഹോവ ഹാഗാറിന്റെ കണ്ണിനെ തുറന്നു. യഹോവ ഹാഗാറിന്റെ കണ്ണിനെ തുറന്നപ്പോൾ അവൾ കണ്ടത് എന്താണ്? മരുഭൂമിയിൽ ഒരു ഉറവയെ അവൾ കണ്ടു. അങ്ങനെയല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്? യഹോവ ഹാഗാറിന്റെ കണ്ണിനെ തുറന്നു,
അവൾ മരുഭൂമിയിൽ ഒരു ഉറവ കണ്ടു. അപ്പൊ നമ്മുടെ കണ്ണ്, ഈ പുറമേ ഉള്ള കണ്ണ് തുറന്നാൽ മരുഭൂമിയും അയ്യം വിളിച്ച് കരയുന്ന ബാലിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ മരുഭൂമിക്കകത്ത് ഒരു ഉറവ നമ്മൾ കാണും. അപ്പൊ മരുഭൂമികൾക്കകത്തും ദൈവത്തിന്റെ ആ ഉറവകളെ കാണണമോ, ദൈവം നമ്മുടെ കണ്ണ് തുറക്കണം, നമ്മുടെ അകക്കണ്ണിനെ കർത്താവ് തുറക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ ആത്മീക കണ്ണുകളെ അങ്ങൊന്ന് തുറക്കണമേ, എന്റെ അകക്കണ്ണിനെ അങ്ങ് തുറക്കണമേ. അപ്പോൾ ഈ ജോൺ റമർസ് പറയുന്ന വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പുക പോലെ ഒന്ന് തലയിൽ നിന്ന് ഉയരുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് അതേ വാക്യമുണ്ട്, അതേ പ്രാർത്ഥന എന്ന ധൂപവർഗം. അപ്പൊ പ്രാർത്ഥന ഒരു ധൂപവർഗമാണ്. നാം ഇങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയുന്നില്ല, ഒരു മുകളിലേക്ക് ഇങ്ങനെ ആ ധൂപ കലശത്തിൽ നിന്നും ധൂപം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പിശാചി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മമണ്ഡലത്തിൽ ഒരു ബ്ലാങ്കറ്റ് ഇടും. ബ്ലാങ്കറ്റ് വീണമെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് അറിയാവോ? അതെ, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പം നല്ല ഉന്മേഷമാണ്. പ്രാർത്ഥിക്കാൻ ഇരുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉറക്കം വരുന്നു, നമ്മുടെ കാലിന് പെരുപ്പ്, നടുവിനൊരു വേദന, വല്ലാത്ത അസ്വസ്ഥത, നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അതെ നമുക്ക് കോൺസെൻട്രേഷൻ, നമുക്ക് ഏകാഗ്രത ലഭിക്കുന്നില്ല. അപ്പോ ഓർത്തോണം, ആത്മമണ്ഡലത്തിൽ ഒരു ബ്ലാങ്കറ്റ് വീണിരിക്കുകയാണ്. ഈ പ്രാർത്ഥന ജയം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങളെ ജയിപ്പിക്കാതിരിക്കാൻ പിശാച് നിങ്ങളുടെ പ്രാർത്ഥനയെ മുടക്കാൻ വേണ്ടി അവൻ ആത്മമണ്ഡലത്തിൽ ചെയ്യുന്ന ആ വ്യാപാരമാണ്. അതുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാകുന്നത്. അപ്പൊ മിക്കവരും, ഒരു 90% ആളുകളും എന്താ ചെയ്യുന്നത് അറിയാവോ? അങ്ങനെ ഒരു ക്ഷീണം വരുമ്പോൾ, ചിന്തകൾ മാറുമ്പോൾ, ഉറക്കം വരുമ്പോൾ അവർ പ്രാർത്ഥന നിർത്തും, അവർ എഴുന്നേൽക്കും. എന്നാൽ ചിലരുണ്ട്, അവർ പിന്നെയും പോരാടി പ്രാർത്ഥിക്കും. പൗലോസ് പറയുന്നില്ലേ, പ്രാർത്ഥനയിൽ പോരാടുക. അവർ പിന്നെയും പോരാടും, അവർ ആത്മാവിൽ പിന്നെയും പ്രാർത്ഥിക്കും, അവർ അന്യഭാഷ പറയും. എന്താ സംഭവിക്കുന്നത്? ജോൺ റമർസിന്റെ ഭാഷ ഇങ്ങനെയാണ്, പെട്ടെന്ന് ആ പുകയ്ക്കകത്തു നിന്നും തീജ്വാലകൾ ഇങ്ങനെ ഉയരാൻ തുടങ്ങും. ഈ തീജ്വാലകൾ ഈ ബ്ലാങ്കറ്റിനെ ഭേദിച്ച് മുകളിലേക്ക് ഉയരും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ മറുപടികളെ കൊണ്ടുവരുന്ന പ്രാർത്ഥനകളാണ്. അപ്പൊ നമ്മുടെ പല പ്രാർത്ഥനയുടെയും മറുപടി വരാത്തതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ഈ ബ്ലാങ്കറ്റെ തട്ടി ഇങ്ങനെ കിടക്കുക. ബ്ലാങ്കറ്റെ തട്ടി ഇതിലേ കിടക്കുക, ഇങ്ങനെ ആ നെയ്യാറ്റിൻകരയെ കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി കിടക്കുക പ്രാർത്ഥന. അത് മുകളിലേക്ക് കയറണമെങ്കിൽ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? അതെ, ആ തീജ്വാലകൾ ഉയരണം. തീജ്വാലകൾ ഉയർന്നാൽ പിശാച് വെച്ചിരിക്കുന്ന ബ്ലാങ്കറ്റിനെ ഭേദിച്ച് ഈ പ്രാർത്ഥന മുകളിൽ ചെല്ലും. അങ്ങനെയുള്ള പ്രാർത്ഥന മറുപടികളെ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജയത്തിനു വേണ്ടി ആത്മാവിൽ കയറി വരാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുക. നമ്മൾ ആത്മാവിൽ കയറി വന്നാൽ അതിന്റെ അർത്ഥം ശത്രു പരാജയപ്പെടുന്നു എന്നാണ്. നമ്മൾ ആത്മാവിൽ കയറി വന്നാൽ ഓർത്തോണം, നമുക്ക് ജയം ലഭിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. വീണ്ടും നമുക്ക് വായിക്കാം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യാൻ കയറിപ്പോയി, ഏലിയാവോ കർമ്മേലിൽ കയറി മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ കയറി വന്നാൽ എന്താ സംഭവിക്കുന്നത്? ആഹാബ് ഭക്ഷിക്കാൻ വേണ്ടി കയറി, പക്ഷെ ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറി. അവൻ മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താ സംഭവിച്ചത്? യാക്കോബ് താൻ ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്നിട്ട് അടുത്ത വാക്ക് താൻ ഇങ്ങനെയാ പറയുന്നത്, അവൻ പ്രാർത്ഥിച്ചു 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വളഞ്ഞു. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിലാണ്. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വളഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ എവിടെയൊക്കെയോ നിങ്ങളുടെ വാക്തത്വങ്ങൾ അടയപ്പെട്ട അനുഭവങ്ങളാണോ? നിങ്ങൾ കേട്ട ദൈവിക ദൂതുകൾ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ദൈവിക ആലോചനകൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ലഭിക്കാതെ വണ്ണം എവിടെയൊക്കെയോ അടയപ്പെട്ട അനുഭവങ്ങളാണോ നിങ്ങളായിരിക്കുന്നത്? ഏലിയാവിനെ പോലെ മുഴങ്കാൽ മടക്കിയാൽ, ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരുന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ അടയപ്പെട്ടതിനെ കർത്താവ് വീണ്ടും തുറക്കും. ഹല്ലേലൂയ. ഇനി എങ്ങനെയാ തുറക്കുന്നത്? അതാണ് യാക്കോബ് 5:18 എഴുതിയിരിക്കുന്നത്. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ധാന്യം വിളയുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇനി അടുത്തത് കൊയ്ത്താണ് എന്ന് പറഞ്ഞാൽ, ചെന്ന് കൊയ്തെടുക്കാൻ പാകത്തിന് ധാന്യം വിളഞ്ഞെന്ന് ബൈബിൾ പറയുക. ഏലിയാ പ്രാർത്ഥിച്ചപ്പോൾ മുള വന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, ഏലിയാ പ്രാർത്ഥിച്ചപ്പോൾ കതിരിട്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, ധാന്യം വിളഞ്ഞു. ഇനി ഈ ഒരു ധാന്യം വിളയുന്ന പ്രോസസ്സ് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിന്റെ അകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 4:28. അവിടെ ഇങ്ങനെയാണ്, ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും, പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും, ഇങ്ങനെ ധാന്യം വിളയുന്നു. കണ്ടോ? ധാന്യം വിളയുക എന്ന് പറയുമ്പോ എങ്ങനെയാ? ആദ്യം ഞാറ്, കതിര്, പിന്നെ കതിര് നിറഞ്ഞ മണി, ഇങ്ങനെ ധാന്യം വിളയുന്നു.
ധാന്യം വിളയുമ്പോൾ കൊയ്ത്താകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു. അപ്പൊ യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഞാറായി നല്ല ബൈബിൾ പറയുന്നത്. ഞാറായിരുന്നെങ്കിൽ അത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ പ്രാർത്ഥിച്ചു, ആകാശത്ത് മഴ പെയ്തു, ഞാറ് കിളുത്തുന്ന ബൈബിൾ എഴുതിയാനെ അല്ലെ. കാരണം മർക്കോസ് 4 വളരെ വ്യക്തമായിട്ട് എഴുതി, ആദ്യം ഞാറ്, പിന്നെ കതിരിൽ നിറഞ്ഞവണ് ഇങ്ങനെ ധാന്യം വിളയുന്ന. ആ ബൊട്ടാണിക്കൽ ലോ, സസ്യശാസ്ത്രത്തിന്റെ നിയമം വളരെ വ്യക്തമായി മർക്കോസ് 4:28 എഴുതി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതേ യാക്കോബിന്റെ ലേഖനത്തിന്റെ അകത്ത് യാക്കോബ് ഇങ്ങനെ എഴുതിയാണ്, ഏലിയാവ് പ്രാർത്ഥിച്ചു, ഞാറ് വിളഞ്ഞു, ഞാറ് മുളച്ചു, അല്ലെങ്കിൽ ഏലിയാവ് പ്രാർത്ഥിച്ചു, കതിരായി എന്ന് എഴുതിയേനെ. പക്ഷെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ധാന്യം വിളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? സസ്യശാസ്ത്രത്തിന്റെ നിയമത്തെ ദൈവം അവിടെ സസ്പെൻഡ് ചെയ്തിട്ട് അസാധാരണമായ ഒരു റിസൾട്ടിനെ ദൈവം വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചില നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെ ഒരു റിസൾട്ടും കാണുന്നില്ല, ഇതുവരെ ഒരു മറുപടിയും കാണുന്നില്ല. ഭാരപ്പെടേണ്ട, മറുപടി വെളിപ്പെടുമ്പോൾ അത് അസാധാരണമായ ഒന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാത്തിരിപ്പിനെ, നിങ്ങളുടെ കാത്തിരുന്ന സമയങ്ങളെ നഷ്ടമാകാതെ വണ്ണം ഒരു സൂപ്പർ നാച്ചുറൽ റിസൾട്ടിനെ വെളിപ്പെടുത്താൻ യേശു കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ കാത്തിരിപ്പിന്റെ അകത്ത് നിങ്ങൾ മുഷിയണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഏലിയാവിനെ പോലെ മുഴങ്കാൽ മടക്കുക. ദൈവം വീണ്ടും ഹല്ലേലൂയ തടയപ്പെട്ടതിനെ, അടയപ്പെട്ടതിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കയറി ചെല്ലുക. കയറി ചെന്നാൽ തടയപ്പെട്ടത്, അടയപ്പെട്ടതെല്ലാം വീണ്ടും നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിയുവാനായിട്ട്, നിങ്ങളുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. പിന്നെ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അവിടെ പ്രാരംഭ വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുകയാണ്, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായി യിത്രോവിന്റെ ആടുകളെ വെച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. കണ്ടോ, മോശ അമ്മായപ്പന്റെ ആടുകളെ മേയ്ക്കുക. പക്ഷെ ഇന്ന് പതിവിലും വിപരീതമായി ഈ ആടുകളുമായിട്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കയറി ചെന്നു. എന്താ സംഭവിച്ചത്? അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷമായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടോ. അപ്പോൾ അവിടെയാണ് അവിടെ കയറി ചെന്നപ്പോഴാണ് അവന്റെ മേലൊരു നിയോഗം പകരപ്പെടുന്നത്. അത് 80 വർഷത്തെ ബ്രാക്കറ്റ് പീരീഡ് പൊളിയുന്നത് അവിടെ ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് അവൻ കയറി ചെന്നപ്പോഴാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇപ്പോഴൊരു ബ്രാക്കറ്റ് പീരീഡിന്റെ അനുഭവത്തിലായിരിക്കാം. മോശയെ പോലെ എവിടെയൊക്കെയോ വാഗ്ദത്തങ്ങളുണ്ട്, ദൈവത്താൽ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട്. എന്നാൽ എവിടെയൊക്കെയോ യിത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ട് മോശ നടക്കുന്നത് പോലെ പ്രതീക്ഷകളെല്ലാം വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആത്മമണ്ഡലത്തിൽ കയറി ചെന്നാൽ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഒരു ആത്മസാന്നിധ്യത്തിന്റെ അകത്തേക്ക് കയറി ചെന്നാൽ, നിങ്ങൾ ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് ചില നിയോഗങ്ങളുമായിട്ടായിരിക്കും. ഹല്ലേലൂയ. കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ച അഭിഷക്തന്മാരെ എല്ലാം നമ്മൾ പഠിച്ചാൽ അവരെല്ലാം ജീവിതത്തിന്റെ അകത്ത്, അവരെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മണിക്കൂറുകൾ സമയം ചെലവിട്ടവരായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മേലൊരു നിയോഗം പകരപ്പെടണമോ, നിങ്ങൾ ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുക. ആ ഹോരേബിൽ നിന്ന് മോശ ഇറങ്ങുന്നത് കയറിയതുപോലെയല്ല, ലക്ഷങ്ങളുടെ നേതാവായിട്ട് അവൻ ഇറങ്ങി വരിക. ഹല്ലേലൂയ. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവജനത്തെ പുറപ്പെടുവിക്കുവാൻ, അവരുടെ മുമ്പിൽ നിന്ന് നയിക്കാൻ നായകനായിട്ട് അവനെ ദൈവം പുറത്തെടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേൽ ഉള്ള നിയോഗങ്ങൾ, ദൈവം പകർന്നിരിക്കുന്ന ദൈവിക നിയോഗങ്ങളിലേക്ക് ദൈവം നിങ്ങളെ പുറത്തെടുക്കണമോ, ആത്മമണ്ഡലത്തിൽ കയറി ചെല്ലുന്ന അനുഭവങ്ങൾ നമ്മിൽ വെളിപ്പെടട്ടെ. ഇനി 24-ാം അധ്യായം പുറപ്പാട് പുസ്തകം 24-ലേക്ക് വരുമ്പോൾ അവിടെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ, അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നമസ്കരിപ്പിൻ. കർത്താവ് പിന്നെയും വിളിക്കുക, നീ കയറി വാ. അതിന്റെ 10-ാം വാക്യം, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾ കീഴെ നീലക്കല്ലും പടുത്ത തളം പോലെ ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. എന്നിട്ട് അതിന്റെ 12-ാം വാക്യം, പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും തരുമെന്ന് അരുളി ചെയ്തു. കണ്ടോ, അപ്പൊ കയറി വരുന്നവന്റെ കയ്യിൽ, ദൈവ സാന്നിധ്യത്തിൽ കയറി ചെല്ലുന്നതിന്റെ കയ്യിൽ ദൈവിക ഉപദേശങ്ങളെ കർത്താവ് നൽകും. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. അപ്പൊ പൗലോസ് പ്രാപിച്ചത് കർത്താവിൽ നിന്നായിരുന്നു. അങ്ങനെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിക്കണമോ, ദൈവിക പ്രമാണങ്ങളെ കർത്താവ് നമുക്ക് അറിയിച്ചു തരണമോ, ദൈവത്തിന്റെ ഹൃദയത്തെ കർത്താവ് നമുക്ക് അറിയിച്ചു തരണമോ,
നാം ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് കയറി ചെല്ലുന്നവരാകണം. അവിടെ മോശ എല്ലാറ്റിന്റെയും മുകളിൽ, എല്ലാവരെക്കാൾ മുകളിൽ കയറി ചെല്ലുക. എന്താ സംഭവിച്ചെന്നറിയാം? അവിടെ 13-ാം വാക്യം, അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. എന്താ സംഭവിച്ചത്? അതിന്റെ 15-ാം വാക്യം, മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിൽ ആയിരുന്നു. കണ്ടോ, അവിടെ മോശ ഒരു തേജസ് കാണുകയാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അതേ പഴയ നിയമ ശുശ്രൂഷ, മോശ കണ്ട തേജസ്, മോശ കണ്ടിറങ്ങിയ തേജസ്സിന്റെ ശുശ്രൂഷയെ കുറിച്ച് അതേ കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് പൗലോസ് പറയുന്നുണ്ട്, കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണത്തിന്റെ ശുശ്രൂഷ, നീക്കം വരുന്നതായ ആ ശുശ്രൂഷ. എങ്കിലും അത് ഇസ്രായേൽ മക്കൾക്ക് നോക്കിക്കൂടാവണ്ണം അത് ഭയാനകമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് തേജസ്സേറിയ ശുശ്രൂഷയുടെ വക്താക്കളാക്കിയിട്ടാണ്. ഹല്ലേലൂയ. കല്ലിൽ അക്ഷരമായി കൊത്തിയ ഒരു മരണത്തിന്റെ ശുശ്രൂഷയല്ല, മറിച്ച് ആത്മാവിന്റെ ശുശ്രൂഷകരായി, തേജസ്സേറിയ ശുശ്രൂഷകരായി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ തേജസ്സേറിയ ശുശ്രൂഷയുടെ അനുഭവങ്ങൾ നമ്മൾ വരണമോ? നാം പർവ്വതത്തിൽ മോശ കയറിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് കയറി ചെല്ലണം. ആത്മമണ്ഡലത്തിൽ നാം കയറി ചെല്ലണം. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിക്കാം. അപ്പോൾ കയറി ചെന്നാൽ മേലാൽ സംഭവിപ്പാനുള്ളത് കർത്താവ് കാണിക്കും. കയറി ചെന്നാൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ എന്താണെന്ന് കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തും. അത് കണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതലാണ്. അത് ആത്മാക്കളെ നേടുവാനത് ഒരു ഉപാധിയാക്കി, ഒരു ആയുധമാക്കി കർത്താവ് നമ്മുടെ കയ്യിൽ നൽകും. 3, നാം കയറി ചെന്നാൽ ഒരു ദൈവിക അധികാരം നമ്മുടെ മേൽ പകരപ്പെടും. 4, നാം കയറി ചെന്നാൽ ഇതുവരെ നാം അനുഭവിക്കാത്ത നിലവാരത്തിൽ അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച നമ്മുടെ മേൽ പകരപ്പെടും. 5, നാം കയറി ചെന്നാൽ അത് ജയത്തിന്റെ അടയാളമാണ്. എവിടെയൊക്കെയോ ശത്രു നമ്മുടെ മുമ്പിൽ പരാജയപ്പെടും, നാം ജയാളികളായിട്ട് മാറും. 6, നാം കയറി ചെന്നാൽ ഹല്ലേലൂയ, തടയപ്പെട്ടത് വീണ്ടും ഒരു മഴ പോലെ നമ്മുടെ മേൽ ചൊരിയപ്പെടും. 7, നാം കയറി ചെന്നാൽ ഹല്ലേലൂയ, നിയോഗങ്ങൾ നമ്മുടെ മേൽ കയറി വീണ്ടും കർത്താവ് പകരും. ഇതുവരെ നാം ചെയ്തതിനേക്കാൾ അപ്പുറമായി ചില നിയോഗങ്ങളെയൊക്കെ പകരും. അവസാനമായി എല്ലാറ്റിന്റെയും മുകളിൽ നാം കയറി ചെന്നാൽ ദൈവിക പ്രമാണങ്ങളെ കർത്താവ് നമ്മുടെ മേൽ പകരും. ആ ദൈവിക തേജസ് നമ്മെ പൊതിയുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് നാം കയറി ചെല്ലേണ്ട സീസണാണ്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാൻ പറ്റുമോ? ഞാൻ ആത്മാവിൽ കയറി വരും, ഞാൻ ആത്മമണ്ഡലത്തിൽ കയറി വരും, ഞാൻ